ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എഴുതിത്തോളി. ഇവാലുവേറ്റ് L of e raised to t plus 7 where s is greater than 1. ഇതെന്തിനാ തന്നത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. s is greater than 1 എന്നുള്ളത്. ഓക്കെ, നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇതായിട്ട് കണ്ടുപിടിക്കുന്നത് 0 to infinity e raised to minus st into e raised to t plus 7. f of t ക്ക് പകരം t plus 7 കൊടുത്തു. ഓക്കെ, f of t ആണ് ഇതിന് പകരമാണ് ഉള്ളത് dt. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റഗ്രൽ 0 to infinity e raised to minus st അതേമാതിരി രീതി ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. e raised to t into e raised to 7 dt. നമ്മൾ ഇതുവരെ ഇതിന് നമ്മൾ കൂട്ടി എത്തിക്കേനി, നമുക്ക് ഇതിനെ ഗുണിച്ച് ചെയ്താലോ? അതായത് x raised to m into x raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? x raised to m plus n ആണ്. ഇവിടെ എന്ത് ഫോർമുല ഉള്ളത്? x raised to m plus n ഫോർമുല ആണുള്ളത്. ഞാൻ അതിനെ നേരെ തിരിച്ചു കിട്ടു, അതായത് x raised to m into x raised to n ഫോർമുല കിട്ടു. കണ്ടോ, ഇവിടെ രണ്ട് കൂട്ടി ചെയ്തേക്കാണ് നമ്മൾ ഗുണിച്ച് ചെയ്ത്. ഓക്കെ, ഇവിടെ t വേറെ ആക്കി 7 വേറെ ആക്കി. ഇനി ഇതിനെ നമ്മൾ കൂട്ടാൻ പോവാണ് കേട്ടോ. which is equal to integral 0 to infinity e raised to minus st plus t. ഇത് t ആണ്, ഇതും t, അതിന് നടുക്കൊരു പ്ലസ് t into e raised to 7 dt. ഇനി ഇയാളെന്ത് ചെയ്യാം? ഒന്ന് പുറത്തേക്ക് എഴുതിയിരിക്കുക. ഇയാൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് ഇയാളൊന്ന് പുറത്തേക്ക് എടുത്ത് എഴുതിയിരിക്കുകയാണ്. which is equal to e raised to 7 into integral 0 to infinity e raised to ഇതിലും ടി ഉണ്ട്, ഇതിലും ടി ഉണ്ട്. ഇത് നടുക്ക് പ്ലസ് ആണ്, ഇത് ടി അല്ല കേട്ടോ, ഇത് പ്ലസ് ആണ്. അപ്പൊ ഈ ടീനെ രണ്ടിനും കോമൺ ആക്കി എടുക്കുമ്പോൾ എന്താ വരിക? ടീനെ കോമൺ ആക്കി എടുക്കുമ്പോൾ മൈനസ് എസ് പ്ലസ് 1 എന്ന് വരും. ഇവിടെ ടീന്ന് കോമൺ, ഇവിടുന്ന് ടി പോയി കഴിഞ്ഞാൽ മൈനസ് എസ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് ടി പോയി കഴിഞ്ഞാൽ ബാക്കി 1 ബാക്കി ഉണ്ടാവും. ഓക്കെ, അവിടെ 0 അല്ല, ഇവിടെ 1 ആണ് കേട്ടോ ബാക്കി ഉണ്ടാവുക. ഇൻറ്റു ഡി ടി. ഈ മൈനസ് എസ് പ്ലസ് 1 എന്ന് പറഞ്ഞാലും 1 മൈനസ് എസ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്നാണ് കേട്ടോ. അപ്പൊ അങ്ങനെ എഴുതിയാണ്, അങ്ങനെ എഴുതിയാലും നമ്മൾ എന്ത് ചെയ്യരുത്? കച്ചറ ഉണ്ടാക്കരുത്. e raised to 7 0 to infinity e raised to t into 1 minus s dt ഇങ്ങനെ എഴുതി. കണ്ടോ, എസിന്റെ സൈൻ നെഗറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്, 1ന്റെ സൈൻ പോസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നോക്കി നോക്കിയാ, ഇനി ഇതിനെന്ത് ചെയ്യാ? ഇന്റഗ്രൽ അപ്ലൈ ചെയ്യാം. which is equal to e raised to 7 into e raised to t into 1 minus s divided by 1 minus s എന്ന് വരും. എന്താണ്? 0 to infinity. ഇന്റഗ്രലിന് എപ്പോൾ അപ്ലൈ ചെയ്യണതാണ്? ടീന്റെ കൂടെയുള്ള ആൾ എന്ത് ചെയ്യുക? അടിയേക്ക് എഴുതിയിരിക്കുക. ഇനി 1 മൈനസ് എസിന് എന്ത് ചെയ്യുക? നേരെ പുറത്തേക്ക് എഴുതിയിരിക്കുക. ഇവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കണം, കുറച്ച് പണിയുണ്ട്. അപ്പം which is equal to e raised to 7 divided by 1 minus s into e raised to t into 1 minus s. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുത്തു, അതിന് അപ്ലൈ ചെയ്യണം. e raised to 7 divided by 1 minus s into e raised to. ഇനിയാണ് നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നത്. ഇവിടെ t into infinity എന്ന് പറഞ്ഞാൽ ശരിക്കും e raised to infinity ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, പക്ഷെ ശരിക്കും ഇൻഫിനിറ്റി അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് എന്താണെന്നറിയോ, ഈ 1 മൈനസ് എസ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ പറയുന്നത് എസ് ഗ്രേറ്റർ ദൻ 1 ആണ്. എസ് ഒന്നിനേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം നെഗറ്റീവ് അല്ലേ വരിക? ഫോർ എക്സാമ്പിൾ 1 മൈനസ് ഒന്നിനേക്കാൾ വലുതാണ് 2. 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. ഇനി 3 ഇട്ട് നോക്കുക, ഒന്നിനേക്കാൾ വലിയ സംഖ്യയാണല്ലോ 3. 1 മൈനസ് 3 ഈക്വൽ ടു -2 ആണ്. അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും എസിന്റെ വില നെഗറ്റീവ് ആണ് വരിക. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എസ് ഗ്രേറ്റർ ദാൻ 1 ആണെന്നുള്ളത്. ഇവിടെ എസ് 1ന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു ഈക്വൽ ടു കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? ഇത് 0 ആയി പോയേനെ. പക്ഷെ 0 ആവില്ല, എപ്പോഴും എന്തായിട്ട് മാറും? നെഗറ്റീവേ കിട്ടുള്ളൂ. അപ്പൊ എന്താണ്? ഈ ഒരു ഭാഗത്ത് നെഗറ്റീവേ കിട്ടുള്ളൂ. അപ്പൊ നെഗറ്റീവിനോട് ഇൻഫിനിറ്റി ഗുണിച്ചു കഴിഞ്ഞാൽ എന്തെന്നെയാണ് കിട്ടുക? നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ് കിട്ടുക. അതിന്റെ കുട്ടൻസ് മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യാ? 0 കൊടുക്കുക. e raised to 0. ഇവിടെ തർക്കമൊന്നുമില്ലല്ലോ. ടിക്ക് പകരം 0 കൊടുത്ത് 0 കൊണ്ട് എന്ത് ഗുണിച്ചാലും 0 തന്നെയാണ് വരിക. നേരെ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. e raised to minus ഇൻഫിനിറ്റിന്റെ വാല്യൂ 0 ആണ്. ഇവിടെ which is equal to ഇവിടെ എന്താ വരിക? 1 വരും. ഈ നെഗറ്റീവ് ഉണ്ട്. നമ്മൾ പഴയ ക്വസ്റ്റ്യനിലൊക്കെ ഇവിടെ നെഗറ്റീവ് കൂടി പോസിറ്റീവ്, അതിന് ഇവിടെ അങ്ങനൊന്നും ഇല്ല.
അപ്പൊ എന്താ നെഗറ്റീവ് എന്ത് ചെയ്യും ഇവിടെ എത്തിയിട്ട് കൊടുക്കാം e⁻7 ഡിവൈഡഡ് ബൈ 1 - s. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉത്തരം ചെയ്താ അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഓക്കെ അങ്ങനെ മതി നിങ്ങൾ പറഞ്ഞ കൺഫ്യൂഷൻ ആക്കണ്ട e⁻7 ഡിവൈഡഡ് ബൈ 1 - s ഇവിടെ നെഗറ്റീവ് ഉണ്ട് അപ്പൊ എന്താണ് e⁻t+7 ഇവിടെ s ഗ്രേറ്റർ ദാൻ 1 എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ശ്രദ്ധിക്കാനും വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ പ്രത്യേകം ചെയ്തത് അപ്പൊ s ഗ്രേറ്റർ ദാൻ 1 ആണ് അപ്പൊ എന്താ എപ്പോഴും നെഗറ്റീവ് ആണ് വരിക ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ചെയ്ത് നോക്കുക പഠിക്കുക താങ്ക് യു